ഞാൻ നെക്സ്റ്റ് മന്ത് എൻ്റെ ഇഷ്ടത്തിനാണ് വർക്ക് ചെയ്യുന്നത്, വേറൊരാളുടെ ഇഷ്ടത്തിനല്ല. ഹായ്, ഞാൻ ദീപ. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നേക്കുന്നത്. എന്നെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരണം എന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു ഓൺലൈൻ ബൊട്ടിക് നടത്തുന്നുണ്ട്. കിഡ്സിന് വേണ്ടിയിട്ടുള്ള ബൊട്ടിക്കാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനർ വെയർസ് ആണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്ന ഞാൻ തന്നെയാണ്. ഓർഡർ എടുക്കുന്നത് തൊട്ട് ഡെലിവറി വരെ, ഇതിനിടയ്ക്ക് സ്റ്റിച്ചിങ്, ഡിസൈനിങ് എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. വേറെ ഹെൽപ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം കുറച്ച് റെഡിമെയ്ഡ്സ് ഞാൻ ചെയ്തു വെക്കാറുണ്ട്, ഈ ബാപ്റ്റിസം സെറ്റ് പോലുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. 65,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ, എനിക്കൊന്ന് ഇപ്പോൾ 69,000 തോന്നുന്നു. അത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു കുഞ്ഞു ചാനലുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടും, എങ്ങനെ വീട്ടിലിരുന്ന് ബൊട്ടിക് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ യൂട്യൂബ് ചാനൽ റൺ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലാസ്സസ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു കുഞ്ഞു ഫാമിലി ഉണ്ട്, 2 പിള്ളേരുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചിലരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എനിക്ക് വേറെ 9 to 5 ജോബൊന്നും ഇല്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. വീട്ടിൽ തന്നെ ഇരുന്ന് ഇതുപോലത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഈവൻ ഇഫ് നിങ്ങൾക്ക് ഒരു 9 to 5 ജോബ് ഉണ്ട്, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുണ്ട് എന്നുള്ളവർക്കും, അല്ലാണ്ട് വീട്ടിലിരിക്കുകയാണ് പക്ഷെ സ്റ്റിൽ ചില കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വിചാരിച്ച പോലെ നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്കും ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണിത്, അതായത് എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആൻഡ് അതിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോസ് ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമല്ല, ഒരു 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്യുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊക്കെ ഉള്ളൊരു സ്വഭാവമാണ്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഫോൺ പരതി എടുക്കും. എന്നിട്ട് അത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഒത്തിരി സമയം അങ്ങ് പോകും. ചിലപ്പോൾ നമ്മൾ രാവിലെ 5:30 അലാറം വെച്ച് എണീറ്റിട്ട് ഈ മൊബൈലും സ്വൈപ്പ് ചെയ്തിരുന്ന് 7-7:30 വരെ ഇരുന്നിട്ട് പിന്നെ ഓടി പിടിച്ചായിരിക്കും എല്ലായിടത്തോട്ടൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാനും കൃത്യമായ കാര്യങ്ങളെല്ലാം നടക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒരു ഡെയിലി റൂട്ടീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ 5:30 എണീറ്റ് കഴിഞ്ഞാൽ ഇത്ര സമയത്തിന് തന്നെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണം, എൻ്റെ എക്സസൈസ് ചെയ്യണം. പിന്നെ രാവിലെ കുഞ്ഞുങ്ങളെ കറക്റ്റ് ടൈമിന്, എൻ്റെ ഒരു ഇതുകൊണ്ട് അവർ താമസിക്കരുത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു 10 മണിക്കുള്ളിൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മൈൻഡപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് എൻ്റെ പാഷൻ, എൻ്റെ ഡ്രീംസ് അതിൻ്റെ പുറകെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ആൾപ്പാടെ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 10 to 2 o'clock ആണ്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പം 10 മണിക്ക് തന്നെ ജോലി തീർക്കണമല്ലോ. അപ്പോൾ അന്നേരം ഞാൻ ഫോണെ കുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സോ എനിക്കൊരു ഡെയിലി റൂട്ടീൻ ഉണ്ട്, മോർണിംഗ് റൂട്ടീൻ ഉണ്ട്. പിന്നെ ഈവനിങ് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫുൾ പ്രയോറിറ്റി പിള്ളേർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പിള്ളേരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ സമയം പഠിപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടിലും അവരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞ് പുറത്തോട്ടല്ല, എൻ്റെ പുറകെ പോയിട്ട് പിള്ളേർക്ക് കൊടുക്കേണ്ട സമയം നമ്മൾ കൊടുത്തില്ല എന്ന് വരരുത് എന്നൊരു ചിന്ത എനിക്കിപ്പോൾ ഉണ്ട്, പണ്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും പിന്നെ ഒത്തിരി സ്ട്രെസ്ഡ് ആവാൻ പാടില്ല എന്ന് ഒരു ചിന്ത എനിക്കിപ്പോൾ ഉള്ളതുകൊണ്ട് വർക്ക് ഒരിക്കലും നമ്മൾ 4:30, 5:30 ശേഷം എടുക്കത്തുമില്ല. എൻ്റെ കോൾസും നമ്മൾ വലിയതായിട്ട് പ്രോത്സാഹിപ്പിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഈവനിങ് റൂട്ടീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, റൂട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് പിറ്റേന്നത്തേക്കുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കാനായിട്ട് തലേന്ന് എപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യേണ്ടത്, അതുപോലെ നമ്മുടെ ഉറക്കം കറക്റ്റ് ആക്കാൻ. ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഇടയ്ക്കാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മുടെ ഉറക്കം കൃത്യം ഒരു 10:30 അല്ലെങ്കിൽ ഒരു 9:30 എനിക്ക് കിടക്കണം എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മൈൻഡപ്പ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നൊരു ഇതിനും കൂടെ നമ്മളൊരു റൂട്ടീൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അതനുസരിച്ച് അങ്ങ് പൊക്കോളും. അപ്പോൾ ഇതിന്റെ അർത്ഥം റൂട്ടീൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടിക് ലൈഫാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതിനിടയ്ക്ക് ഒത്തിരി ഇംപെർഫെക്ഷൻസ് നടക്കും, അല്ല ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് മുന്നിലൊരു ടൈം ടേബിൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്കൊരു ടൈം ടേബിൾ ഉള്ള പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിനായിട്ട് നമ്മളൊരു റൂട്ടീൻ സെറ്റ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹങ്ങൾ കാണും അല്ലേ. ചിലപ്പം ആഗ്രഹങ്ങളൊക്കെ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് നോക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് വർക്ക് ചെയ്യണം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കാണെങ്കിൽ ഒത്തിരി ആഗ്രഹങ്ങളാണ്. അപ്പൊ എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ആദ്യം ബുക്കിൽ എഴുതി വെച്ചോണ്ടിരുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു, എൻ്റെ അനിയത്തി എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ ആ പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പുള്ളിയുടെ ഗോൾസ് എല്ലാം പുള്ളി ഒരു പേപ്പറിലാക്കിയിട്ട് അതൊരു ലാമിനേറ്റഡ് ഷീറ്റിലാക്കിയിട്ട് എപ്പോഴും പുള്ളി കാണത്തക്ക രീതിയിൽ എവിടെ ഒട്ടിച്ചു വയ്ക്കുമല്ല, പുള്ളി എവിടെയാണ് ഇരിക്കുന്നത് ആ വർക്ക് ഡെസ്കിൽ അത് കൊണ്ടിടും. അപ്പം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും വെറുതെ പത്രം വായിക്കാൻ എടുക്കുമ്പോഴും ഒക്കെ ഈ സാധനം അവിടെ കിടക്കുകയാണ്. അപ്പം നമ്മൾ അതെടുത്ത് നോക്കും, ഓക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്നൊരു തോട്ട് നമ്മുടെ തലയിലോട്ട് കയറാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും പ്ലാൻ ചെയ്യാനും വർക്ക് ചെയ്യാനും തുടങ്ങും. ഈ കൺസെപ്റ്റ് എനിക്കും വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നേരത്തെ റൂട്ടീനെ പറ്റി പറഞ്ഞു. റൂട്ടീൻ ഞാൻ വെറുതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി ഇങ്ങനെ ഒരു സംഭവം എഴുതിയിട്ട് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇതൊരു മാഗ്നറ്റിക് ഷീറ്റാണ്, ഇത് ഫ്രിഡ്ജിൽ ഒട്ടിക്കാം. അപ്പം അതിൽ ചെറിയൊരു വെള്ള പേപ്പറിൽ, A4 സൈസ് പേപ്പറിൽ, സാധാ പേപ്പറിൽ നമ്മൾ കൈകൊണ്ട് എഴുതിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം ഇത് അനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. സ്ലീപ്പിന് നോ കോംപ്രമൈസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഫ്രിഡ്ജിന്റെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ എന്തായാലും ഇത് കാണും. നമ്മൾ അതിലേക്ക് ഫോക്കസ് പോകും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതുപോലെ എൻ്റെ ഗോൾസ് ഒരു പേപ്പറിൽ 2 പേപ്പറിൽ എഴുതിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ, എനിക്ക് ലാമിനേറ്റ് ചെയ്യാനൊന്നും വകുപ്പില്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു എന്താണ് നമ്മുടെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യാനിരിക്കുന്നത് അവിടെ ഇതങ്ങ് വെച്ചേക്കും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ എന്നാൽ പിന്നെ ഈ മാസം നമുക്ക് ഈ ഒരു ഗോളിന്റെ പുറകെ ഇരുന്നാലോ എന്നൊരു ചിന്ത വരും. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. റുട്ടീൻ, ഗോളായി, ഇനിയാണ് പ്ലാനിങ്. അപ്പൊ
ഞാനിപ്പോൾ ഒത്തിരി കാര്യങ്ങളാണല്ലോ, അതായത് പല വെള്ളത്തിൽ ചവിട്ടുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം യൂട്യൂബ്, കുറച്ച് നേരം ബൊട്ടിക്, കുറച്ച് നേരം ക്ലാസ്സസ്, അങ്ങനെയാണ് എന്റെ പ്രയോറിറ്റീസ് ഇങ്ങനെ മാറി മറിഞ്ഞു പോകും. ഇതിനോടൊപ്പം തന്നെ വേറെ ഒത്തിരി ഡ്രീംസ് ഇതാ ഇവിടെ കിടക്കുകയാണ്. അപ്പൊ അത് അച്ചീവ് ചെയ്യണ്ടേ? അതിനപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ മാസവും എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു വേഗ് ഐഡിയ ഇയർ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പോൾ തൊട്ടൊരു 3-4 മാസത്തെ പ്ലാൻ ഒരുവിധം നമ്മുടെ തലയിൽ കാണും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു, ഇപ്പം എനിക്ക് ജേണൽ എഴുതുന്ന ഒരു സ്വഭാവമുണ്ട്, അപ്പോൾ ആ ജേണലിൽ ഞാൻ ഇങ്ങനെ വെറുതെ എഴുതും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കുത്തിക്കുറിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയാസ് ഒക്കെ കുത്തിക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു ബുക്കുണ്ട്, ആ ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. നെക്സ്റ്റ് 3 months ഇതിന്റെ പുറകെ ഇരിക്കണം എന്ന് ഒരു ഐഡിയ ഉണ്ടാക്കും. അതുപോലെ തന്നെ എല്ലാ മാസവും പകുതി ആകുമ്പോൾ അപ്പൊ അതവിടെ ഇരിക്കട്ടെ. അതുപോലെ എല്ലാ മാസവും പകുതി ആകുമ്പോഴത്തേക്കും നെക്സ്റ്റ് മന്ത് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കും. ഇപ്പോൾ ഇത് സെപ്റ്റംബർ ആണ്. അപ്പൊ ഞാൻ എന്റെ പ്ലാനറിൽ നെക്സ്റ്റ് ഒക്ടോബർ മാസം ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒക്ടോബർ മാസത്തിൽ പിള്ളേർക്ക് പരീക്ഷയുണ്ട്. പിന്നെ എനിക്ക് എന്റെ കുറച്ച് ഡ്രീംസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഷെയർ ചെയ്യുന്നില്ല, വൺസ് നടന്നു കഴിയുമ്പോഴത്തേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോ വീക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ഇതിനകത്ത് പിള്ളേരുടെ ബർത്ത്ഡേ കാണും, എന്റെ ബർത്ത്ഡേ കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവന്റ് കാണും. അപ്പൊ ആ ദിവസമൊക്കെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വെറുതെ ഫോൺ കുത്തിയിരിക്കത്തില്ല എന്നൊരു രീതിക്ക് നമ്മളത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മാസവും ഒരു ഒന്നൊന്നര ആഴ്ച നമ്മൾ ഒഴിച്ചിടും. എന്തിനാണ്? ഞാൻ കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് ആണ് എടുക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പൊ കസ്റ്റം ഓർഡേഴ്സ് ഇപ്പോൾ വരുന്ന എല്ലാം ഞാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. എനിക്ക് സമയമുണ്ട്, എന്റെ ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് മന്ത് എന്റെ ഇഷ്ടത്തിനാണ് വർക്ക് ചെയ്യുന്നത്, വേറൊരാളുടെ ഇഷ്ടത്തിനല്ല. അതായത് എനിക്കൊരു ഓർഡർ വന്നാൽ അത് തീർത്ത് കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിലല്ല. എന്റെ ഡ്രീംസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടേ ഞാൻ ആ ഒരു കസ്റ്റമൈസ്ഡ് വർക്ക് എടുക്കത്തുള്ളൂ എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് എന്താ, അപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പം ബാക്കി ഡ്രീമിന്റെ പുറകെ പോയാൽ എന്താവും കാര്യം എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി ഡ്രീമിന്റെ ഒക്കെ പുറകെ പോയാലും എനിക്ക് വട്ടച്ചെലവിനുള്ള കാശ് കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് എന്റെ ഡ്രീംസ് എല്ലാം മുന്നോട്ട് പോകുന്നത്. സോ ആ ഒരു മന്ത്ലി ഏണിങ്ങിന് യാതൊരു കോട്ടവും സംഭവിക്കത്തില്ല. അത് വേണ്ട രീതിയിൽ തന്നെ അതങ്ങ് മുന്നോട്ട് പോകും. അതെന്റെ ഏണിംഗ് റിലേറ്റഡ് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ പ്രയോറിറ്റി അതല്ല. എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒക്ടോബർ മാസം ഞാനൊരു സെപ്റ്റംബർ പകുതി ആകുമ്പോഴേ പ്ലാൻ ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ പ്ലാനിങ് കാണിക്കാം. അപ്പൊ അതിലെ എല്ലാ ഒന്നും, ഇതാണ് സെപ്റ്റംബർ മാസം കേട്ടോ. അപ്പൊ ഇതിലെ എല്ലാം ഒന്നും നടന്നിട്ടൊന്നുമില്ല. ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഓണമായിരുന്നു. ഇതിനിടയ്ക്ക് അത് നമ്മുടെ മുട്ടിന് ചെറിയ പ്രശ്നം പറ്റി. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വയ്യാണ്ടായി, പിള്ളേർക്ക് വയ്യാണ്ടായി. അപ്പൊ ഇതെല്ലാം തെന്നി മാറിപ്പോകും. പക്ഷെ റിഗ്രറ്റ് ഒന്നുമില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, ചിലത് നടന്നു, ചിലത് നടന്നില്ല. അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. പക്ഷെ ഐ എം ഹാപ്പി. ഞാൻ വിചാരിച്ചതിൽ ഒരു 80% കാര്യങ്ങൾ നടന്നു. അപ്പൊ അത് മതി. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഐ ഡിസൈൻ മൈ ലൈഫ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ പോകും. ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ വീക്ക്ലി ഡെയിലി ഒക്കെ പ്ലാൻ ചെയ്യും കേട്ടോ. അപ്പൊ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അതാ ഇതൊക്കെയാണ് എന്റെ ഡെയിലി പ്ലാനിങ്. അപ്പൊ അതിങ്ങനെ ടിക്കറ്റ് പോകുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇതിന്റെ അർത്ഥം നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആണെന്നൊന്നുമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നു. അൾട്ടിമേറ്റ്ലി ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ റീസെന്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചത്. ഇതിനോടൊപ്പം എനിക്ക് കാണിക്കേണ്ട 2 കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡെയിലി ജേണൽ എഴുതാറുണ്ട്, ഓൾറെഡി പറഞ്ഞു. ഒരു ജേണലിംഗ് ചെയ്യാനായിട്ടൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഐഡിയാസ് വരുമ്പോൾ, അതായത് ഒത്തിരി ഇപ്പോൾ യൂട്യൂബും അങ്ങനെയൊക്കെയുള്ള സംഭവം വരുമ്പോൾ നമുക്ക് ഐഡിയാസിനാണല്ലോ ക്ഷാമം. അപ്പം ചിലപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ കറക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഐഡിയാസ് വരുന്നത്. അപ്പോൾ ആ ഐഡിയ ഒക്കെ പെട്ടെന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ബുക്കും ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം സിമ്പിൾ സാധാ ബുക്കാണ് കേട്ടോ. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമുക്കൊരു ഐഡിയ ഇല്ലാത്തപ്പോൾ ഇവിടെ വന്ന് നോക്കും, അത് അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തൊരു വീഡിയോ തന്നെയാണ് ഇതും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചുകൊണ്ടും നിങ്ങളുടെ കമന്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ടും വീഡിയോ ഞാൻ നിർത്തും.